നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ പ്രയാസപ്പെട്ടുകൊണ്ട് റസൂലുള്ളാഹി തങ്ങളിങ്ങനെ നടക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മേഘം തണലിട്ട സ്ഥലമാണിത്. അവിടെയാണ് ഈ പള്ളി നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. ഈ പള്ളിയുടെ പേര് തന്നെ മസ്ജിദുൽ ഗമാമ അഥവാ തണലിട്ട പള്ളി എന്നാണ് ഈ പള്ളിക്ക് പേര്. അൽഹംദുലില്ലാ, മദീനയുടെ ചരിത്രം പരന്നു കിടക്കുന്നതും വിശാലമായതുമാണ്. നമുക്കൊക്കെ ഇവിടെ വരാൻ കഴിഞ്ഞു എന്നതിലുള്ള സന്തോഷം എത്ര പറഞ്ഞറിയിച്ചാൽ നമുക്ക് കഴിയില്ല. അത്ര വലിയ നിഅമത്താണ് അല്ലാഹു തആല നമുക്ക് തന്നിട്ടുള്ളത്. പരിശുദ്ധ ഹറം ശരീഫ്, നമ്മളൊക്കെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ മൗലിദ് കഴിക്കുന്നവരും അതുപോലെ തന്നെ മുത്തനബിൻ്റെ പേരിൽ ഖത്തം ഓതുന്നവരും ഒക്കെയാണ്. പക്ഷേ മുത്തനബിൻ്റെ ചാരത്ത് വന്നിട്ട് നമ്മളിങ്ങനെ മുത്തനബിൻ്റെ പേരിൽ മൗലിദ് ഓതുക, മുത്തനബിൻ്റെ പേരിൽ യാസീൻ ഓതുക, ഫാത്തിഹ ഓതുക എന്നൊക്കെ പറഞ്ഞാൽ ജീവിതത്തിൽ കിട്ടാത്ത വലിയ നേട്ടങ്ങളാണ്. അത്രയും വലിയ നമ്മൾ ചെയ്തു കഴിഞ്ഞു. അല്ലാഹു തആല നമുക്ക് അതെല്ലാം കബൂൽ ചെയ്യട്ടെ. നമ്മളൊരു ഖത്തം പൂർത്തിയാക്കിയില്ലേ, അൽഹംദുലില്ലാ. അപ്പോൾ എല്ലാവരും മുത്തനബിൻ്റെ പേരിൽ അത് ഹദിയ ചെയ്യാം. അല്ലാഹു തആല നമ്മൾ ഓതിയ ഖുർആനു ഷരീഫ് അതിൻ്റെ പിഴവുകളെല്ലാം പരിഹരിച്ചുകൊണ്ട് പച്ചക്കുബ്ബയുടെ താഴെ വളരെ സുമുഖനായ സുന്ദരത്തോടെ വളരെ ലാഘവത്തോടെ സന്തോഷത്തോടെ അന്തി ഉറങ്ങുന്ന മഹാനായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ അള്ളാഹു അത് എത്തിച്ചു കൊടുക്കട്ടെ. അതിൻ്റെ പുണ്യം കൊണ്ട് നമ്മളുടെ യാത്ര അള്ളാഹു കബൂലാക്കട്ടെ. നമ്മുടെ ഉംറ സിയാറത്ത് അതിനോടനുബന്ധിച്ച് നമ്മൾ ചെയ്ത സകലമാന പ്രവർത്തനങ്ങളും അള്ളാഹു പൊരുത്തപ്പെട്ട അമലായി അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം.